ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവകൃപയിൽ ദൈവം ഞങ്ങളെ മറയ്ക്കണമേ. ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരണമേ, അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ്റെ കോണം പ്രാഗൽഭ്യത്തെ ദൈവം ഞങ്ങൾക്ക് നൽകണമേ. വിരോധമായി നിൽക്കുന്ന എല്ലാ കർത്താവേ, ഹല്ലേലൂയ, സാങ്കല്പികമായ ഞങ്ങളുടെ ചിന്തകൾ, മാനുഷികമായ ഞങ്ങളുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വെക്കുന്നു. എല്ലാ ഭാരങ്ങളും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ ആലയത്തെ മൂടണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ദൈവം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദേഹി ആത്മാവിനെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ കർത്താവേ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകിയാൽ ഈ പകലിലും കഴുകൽ പ്രാപിച്ചവരായി, ശുദ്ധീകരണം പ്രാപിച്ചവരായി, പ്രാഗൽഭ്യം പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ എല്ലാ മുഴങ്കാലും അടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപാടുന്ന നാമം, അത് കർത്താവിൻ്റെ നാമമാകിയാൽ, അത് രാജാവിൻ്റെ നാമമാകിയാൽ അല്പസമയ ഹൃദയങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ പകർന്നാട്ടെ. ഉയർപ്പിന്റെ പകലിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നൽകി തന്ന ഈ വിലപ്പെട്ട സാവകാശത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതെ ഇരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ നാമത്തെ ഉയർത്താൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തിനായിട്ട് അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പകലിൽ ഈ ആലയത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഈ പകലിൽ നാം ഈ ആലയത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവ. പകലിൽ നാം ഈ ആലയത്തിലായിരിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ വാത്സല്യമാ. ഇന്നലകളിൽ കർത്താവ് നമ്മളെ കരുതിയെങ്കിൽ, ഇന്നലകളിൽ കർത്താവ് വിശ്വസ്തനായിരുന്നു എങ്കിൽ, ഇന്നലകളിൽ ദൈവം നീതിമാനായിരുന്നുവെങ്കിൽ, ഈ പകലിലും താഴ്മയുള്ളവർക്ക് കൃപയെ നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകലിലും ഈ ആലയത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഈ പ്രാരംഭ നിമിഷം മുതൽ ഈ ആലയത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകലിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയെ തങ്ങളെ തന്നെ ഏൽപ്പിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ വന്നവരെ പോലെ മടങ്ങത്തില്ല. ഒരു ഹല്ലേലൂയ നിറവിനെ പകരുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഈ പകൽ ആ നിറവ് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ആ നിറവ് ഞങ്ങൾ വെളിപ്പെടണം. ആ നിറവ് ഞങ്ങളുടെ തലമുറയിൽ വെളിപ്പെടണം. ആ നിറവ് ഞങ്ങളുടെ ദൈവസഭയിൽ വെളിപ്പെടണം. ആ നിറവ് ഞങ്ങളുടെ ചർച്ചിൽ വെളിപ്പെടണം. ആ നിറവ് ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടണം. ആ നിറവ് ഞങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടണം. യേശുവിൻ നാമത്തിൽ അധികാരത്തോടെ അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആദരം തുറന്ന് ആത്മാവിൽ ചലിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ നാമത്തിൽ പ്രൊഫറ്റിക് ഡിക്ലറേഷൻ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ഭാവിയെ നോക്കി, നിങ്ങളുടെ നന്മകളെ നോക്കി, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നോക്കി, നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കി, ഹേ പിശാചേ, ഹല്ലേലൂയ, കാൽവറി ക്രൂശിൽ അവന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടിയ നസ്രേനായ യേശുവിൻ നാമത്തിൽ കോൾച്ചസ്റ്ററിൽ നിന്ന് ഒരു ദൈവസഭ ഈ പകലിൽ ആത്മാവിൽ വെല്ലുവിളിക്കുന്ന മകനായി മാറട്ടെ. We worship you, Lord. Yes, Lord. Hallelujah. Thank you, Jesus. എല്ലാ നാവുകളും സ്തുതികളാൽ നിറയപ്പെട്ട്, എല്ലാ ആദരങ്ങളും സ്തോത്രത്താൽ നിറയപ്പെടട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ പകലിലും ഒരു നിറവിനെ നൽകാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം, ഈ പകലിലും ഒരു നിറവിനെ പകരാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം, ഈ പകലിലും ദൈവകൃപ. Praise you, mighty Lord. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപാടുന്ന നാമം ഈ പകലിലും ആ നാമത്തെ ഉയർത്താൻ തക്കവണ്ണം
Shakamama Ziantara Managazia Rimanaga Sharamana Jaradara. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടുന്നതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നീ അവരെ ഭയപ്പെടരുത്. ഈ പകലിൽ ദൈവസഭയ്ക്ക് അതേ ദൈവിക ശബ്ദം, പ്രവചന ശബ്ദമായി പ്രാരംഭ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് സംസാരിക്കാനായിട്ട് വലിയ നിയോഗത്തെ നൽകി തരുന്നു. നീ അവരെ ഭയപ്പെടരുത്, നീ അവരെ ഭയപ്പെടരുത്. ഈ പകലിൽ നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിന്റെ മുമ്പിലായിരിക്കാം. ഇന്ന് പകലിൽ നീ തളർന്നിരിക്കുന്ന സാഹചര്യത്തിന്റെ മുമ്പിലായിരിക്കാം. ഇന്ന് പകലിൽ നീ നിരാശയോടുകൂടി ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ മുമ്പിലായിരിക്കാം. എല്ലാ പ്രതികൂലത്തെയും അതെ ഹല്ലേലൂയ ഓവർകം ചെയ്യുവാൻ, അതിജീവിപ്പാൻ ആവശ്യമായ ഒരു ദൈവത്തിന്റെ കൃപ ഈ പകൽ വെളിപ്പെടും. ഈ പകൽ വെളിപ്പെടും. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടുന്നതിന് ഈ ആരാധന നിന്നെ വിടുവിക്കേണ്ടുന്നതിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുന്ന പകലായി മാറും. നിന്നെ വിടുവിക്കേണ്ടുന്നതിന് ചലിക്കുന്ന യഹോവയുടെ കരമുണ്ട് എന്ന് ഈ പകൽ ദൈവസഭ തിരിച്ചറിയുന്ന പകലായി മാറട്ടെ. ഈ പകൽ ദൈവസഭ മനസ്സിലാക്കുന്ന പകലായി തീരട്ടെ. നീ അവരെ ഭയപ്പെടരുത്, നീ അവരെ ഭയപ്പെടരുത്. ഈ പകൽ ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അന്നേരം തുറന്ന് അല്പസമയം പറഞ്ഞാട്ട് നീ അവരെ ഭയപ്പെട്ട് നീ പിന്തിരിഞ്ഞു പോകുവാനായിട്ടല്ല നിന്റെ മേൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേൽ കിടക്കുന്ന വിളി, നിന്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ്. നിന്നോട് കൂടെ ഇരിക്കുന്നവനെ ഈ പകൽ നീ മനസ്സിലാക്കണം. നിന്നോട് കൂടെ ഇരിക്കുന്നവനെ നിന്നെ വിടുവിക്കേണ്ടുന്നതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസ്രായേലിന്റെ ദൈവം, സൈന്യങ്ങളുടെ ദൈവം, ബലവാനായ ദൈവം, ശക്തിയെ നൽകുന്ന ദൈവം ഈ പകൽ ദൈവസഭയ്ക്ക് ദൂത് കൈമാറുമ്പോൾ നിന്നോട് കൂടെ ഉള്ളവനെ അറിയേണ്ടുന്നത് പോലെ അറിയുവാൻ, മനസ്സിലാക്കേണ്ടുന്നത് പോലെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയേണ്ടുന്നത് പോലെ തിരിച്ചറിയുവാൻ. നിന്നോട് കൂടെ ഉള്ളവനെ തിരിച്ചറിയാൻ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, അകത്തെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നിന്നോട് കൂടെയുള്ള സൈന്യത്തെ കാണാൻ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടുന്ന പകലായി മാറട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ അടിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉയർപ്പിന്റെ പകലിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അപ്പൊ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. 7 വൻകരയിലുമുള്ള എല്ലാ വിശുദ്ധന്മാരും ഈ ഉയർപ്പിന്റെ സമയം ഒരുമിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഈ പകലിൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഒരുമിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം തന്ന അഭിഷേകത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകലിൽ ഞങ്ങൾ വന്നവരെ പോലെ മടങ്ങാനായിട്ടല്ല, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചവരായിട്ട് ഞങ്ങൾ മടങ്ങട്ടെ. ഈ പകലിൽ വന്നവരെ പോലെ ഞങ്ങൾ തിരിഞ്ഞു പോകാനായിട്ടല്ല, ദൈവകൃപ അനുഭവിച്ചവരായി ഞങ്ങൾ മടങ്ങട്ടെ. ഈ പകലിൽ ഞങ്ങൾ വന്നവരെ പോലെ മടങ്ങാനായിട്ടല്ല, രോഗസൗഖ്യം പ്രാപിച്ചവരായി ഞങ്ങൾ മടങ്ങട്ടെ. ഈ പകൽ ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിച്ചവരായി മടങ്ങട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ പകലിലും ശക്തമായി ദൈവസഭയോട് ഇടപെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന ഈ പകൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, കൃപയുടെ ചിറകടി ദൈവം മറയ്ക്കുന്നതിനായി നന്ദി അപ്പാ. നീ അവിടെ ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. പാടുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവ ഉയരത്തിൽ നിന്ന് നൽകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഈ പകൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ ദൈവം ഞങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി. ഈ പകൽ കർത്താവേ, ഞങ്ങളുടെ കർത്താവിന്റെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. അതിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ ഭക്ഷിപ്പാൻ, അതിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ പാനം ചെയ്യുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയോഗ്യമായ ആരും കരങ്ങൾ നീട്ടുവാൻ അനുവദിക്കരുതേ. ഈ പകൽ കർത്താവേ, ആ പ്രാഗൽഭ്യം ഞങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ പകൽ കർത്താവേ, ആ താഴ്മ ധരിച്ചവരായി ദൈവഭാവത്തോടുകൂടെ, ക്രിസ്തുയേശുവിലുള്ള ഭാവത്തോടുകൂടെ ഈ പകലിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ട് അങ്ങയുടെ ഭൃത്യനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ ദാസൻ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ, ഈ ആരാധനയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാരംഭ നിമിഷം മുതൽ ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ചലിച്ചു തുടങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ ഉള്ളങ്ങളിലേലും പരിശുദ്ധാത്മാവ് ആ നിറവിനെ പകർന്നാട്ട്, ആ നിറവിനെ പകർന്നാട്ട് സമൃദ്ധമായി നിറയുന്ന ആ നിറവിനെ ദൈവം അയച്ചായിട്ട് ഈ നിറവ് ഈ പകലിൽ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പകർന്നാട്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഈ നിറവ് വ്യാപരിച്ചാട്ട് യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. മനുഷ്യരാൽ അസാധ്യം എന്നാൽ ഞങ്ങളുടെ ദൈവത്താൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഏൽപ്പിക്കുന്ന കർത്താവേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഉപവാസത്തോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവിക കരസ്പർശം ആഗ്രഹിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിടുതൽ ആവശ്യമായ പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ നാമത്തിൽ ദൈവിക വിടുതലുകളിൽ നിന്ന് നടുവിൽ സംഭവിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. ദൈവിക വിടുതലുകൾ വ്യാപരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സമ്പൂർണമായി താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ ദാസന്മാർ ആരാധന ലീഡിയും ഒരുമിച്ച് അവരോടൊപ്പം ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം.
അസാധ്യമെന്ന് പറയുന്ന മേഖലകളിൽ ആ ദൈവത്തിന്റെ കരം എന്ന പകലിൽ ചലിക്കുകയാണ്. വിശ്വസിക്കുന്ന ജനം ചേർന്നാമിൽ പറഞ്ഞ് വിട്ടോടുന്നു. ആരാധനയ്ക്കായി നന്ദിയപ്പ. അങ്ങ് കാണിച്ച എല്ലാ ആ ക്രൂശിലെ രക്തത്തിനുമായി സ്നേഹത്തിനുമായി നന്ദി കർത്താവേ. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആ യേശു അല്ലാതെ ഒരു ആശ്രയം ഈ ഭൂമിയിലില്ല. We praise you, mighty Lord. We praise you, Lord Jesus. Hallelujah, hallelujah. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഇരുന്നപ്പോൾ ഒരു പ്രമാണി വന്നു. പ്രമാണി വന്ന് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ മരിച്ചുപോയി, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വഴി തിരഞ്ഞെടുപ്പിക്കാൻ കഴിയുമെന്ന്. അത് കേട്ട് യേശു ക്രിസ്തു ആ പ്രമാണിയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. കടന്നുപോയപ്പോൾ അവിടെ കൂടെ ഇരുന്നവർ പറഞ്ഞു, ബാലിക മരിച്ചു. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ മരിക്കുകയല്ല, അവർ ഉറങ്ങി അത്ര ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയും ഇനി പ്രതീക്ഷ ഇല്ല എന്ന്, എല്ലാം അവസാനിച്ചു എന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ പറയുമ്പോൾ അതിനെ മാറ്റി പറയാൻ കഴിവുള്ള കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, ഉറക്കം എന്ന് പറയുന്നത് ടെമ്പററി ആണ്. നമ്മുടെ വിഷയങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇനി ഒരു സൊല്യൂഷൻ ഇല്ല, തീർന്നു, ദാറ്റ്സ് ഓൾ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നോ, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, ഹല്ലേലൂയ, നിന്റെ വഴികളുമല്ല എൻ്റെ വഴികൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ വിഷയങ്ങളെ ചൊല്ലി നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ? നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ? നമ്മൾ ഭയക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? ഇനിയിപ്പോ മുൻപോട്ട് ഇനി ഇതിന് യാതൊരു നിവൃത്തിയുമില്ല എന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷനിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇതിന് മരുന്നല്ലാതെ ഇതിന് വേറൊരു പ്രതിവിധി ഇല്ല, ഇതിന് സർജറി അല്ലാതെ വേറൊരു പ്രതിവിധി ഇല്ല. ഹല്ലേലൂയ. ഇതിനൊരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്നുണ്ടോ? യേശു ക്രിസ്തു പറയുന്നു, നോ, ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി തിങ്. ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പോൾ കൂടി നിന്നവർ അല്ലെങ്കിൽ അവിടെ ചുറ്റും നിന്നവർ പരിഹസിച്ചു. യേശു ക്രിസ്തു ചെയ്ത അടുത്ത കാര്യം, പരിഹസിച്ചവരെല്ലാം പുറത്താക്കി കഥ കടച്ചു. ദൈവപ്രവൃത്തി നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വാസമുള്ളവരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസമില്ലാത്തവരെ ദൈവത്തിന് വേണ്ട. കർത്താവിന് പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിന് അവിടെ പ്രവർത്തിക്കാനില്ല. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുന്ന വിശ്വാസമുള്ളവർത്താണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി പകച്ചു നിൽക്കാനല്ല, നമ്മുടെ കൂട്ടുകാരുടെ വാക്കുകൾ കേട്ടിട്ട് അതിനെ ആശ്രയിക്കുവാനല്ല. കർത്താവ് പറയുന്ന ഹല്ലേലൂയ, ഇതിനെല്ലാം ജയിച്ചവൻ ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കാൾ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. നമ്മുടെ വിഷയത്തിൽ നമുക്ക് കർത്താവിലേക്ക് നമുക്ക് എത്തുവാം. ആ പ്രമാണിയെ പോലെ നമുക്ക് പറയാം, കർത്താവേ, എന്റെ കണ്ണിൻ മുന്നിൽ എന്റെ മകൾ മരിച്ചിരിക്കണം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെ വിഷയങ്ങൾ മരിച്ച നിലയിലാണ് നിൽക്കുന്നത്, പക്ഷെ അതിനൊരു ഉയർപ്പ് കൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്താലല്ല നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല.
ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, കർത്താവിനെ നമുക്ക് അന്ധമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ സാഹചര്യം എന്ത് വേണേലും ആയിക്കോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഡോക്ടേഴ്സ് എന്ത് വേണേലും നമ്മളോട് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ കുടുംബക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ വിശ്വാസം കർത്താവിലായിരിക്കട്ടെ. കർത്താവിലായിരിക്കട്ടെ നമ്മുടെ പൂർണ്ണ വിശ്വാസം. ആ വിശ്വാസത്തോടെ കർത്താവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവ്, ആരാധനകൾക്ക് യോഗ്യനായ കർത്താവ്,